ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വളരെ വ്യക്തമായിട്ട് നമ്മളൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് +2 വിദ്യാർത്ഥികൾക്ക് നടന്ന ഈ മാത്തമെറ്റിക്സ് പരീക്ഷയുടെ വാല്യൂഷനുമായി ബന്ധപ്പെട്ട് ലിബറലാക്കാൻ സാധ്യതയുണ്ടോ, കഴിഞ്ഞ വർഷങ്ങളുടെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിലയിരുത്തി നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, പ്രതീക്ഷിച്ച പോലെ എഴുതാൻ പറ്റുമോ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പ്രധാനമായിട്ടും ഒരുപാട് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഈ വർഷത്തെ മാത്തമെറ്റിക്സ് എക്സാം ഒരു എബോവ് ആവറേജ് ലെവൽ ഡിഫിക്കൽട്ടി തന്നെയായിരുന്നു, അത് നമുക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതേസമയം തന്നെ ചില വിദ്യാർത്ഥികൾ, അതായത് എബോവ് ആവറേജ് നിൽക്കുന്ന വിദ്യാർത്ഥികൾ എളുപ്പമായിരുന്നു, A+ ലെവലിലേക്ക് എത്താൻ പറ്റും എന്ന അഭിപ്രായവും പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം, അതായത് ഈ പരീക്ഷ കടുപ്പമായിരുന്നു എന്ന് പല വിദ്യാർത്ഥികൾക്കും തോന്നുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കമ്പാരിസൺ തന്നെയാണ്. അതായത് മോഡൽ എക്സാമിന് ചോദിച്ച പാറ്റേണോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസിന്റെ രീതിയോ അല്ല പബ്ലിക് എക്സാമിന് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഫൈനൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നത്. അതായത് മോഡൽ എക്സാം വേറെ ആർക്കോ വേണ്ടി നടത്തി, അതിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ട് ഒരു ഫൈനൽ എക്സാം നടത്തി എന്നുള്ള അഭിപ്രായമാണ് പല വിദ്യാർത്ഥികളും പങ്കുവച്ചത്. ചില പാഠഭാഗങ്ങളിൽ നിന്ന് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് വന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ മറ്റ് ചില പാഠഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ച ലെവലിലുള്ള ഈസി ലെവൽ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് എന്നത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ വാല്യൂഷനാണ്. ഇപ്പോൾ അധ്യാപകർക്ക് ഒരു ധാരണയുണ്ട്, അതുപോലെ തന്നെ പരീക്ഷ എഴുതിയ സ്റ്റുഡൻസിനും ധാരണയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഔട്ട് ഓഫ് ദ സിലബസ് ക്വസ്റ്റ്യൻസ് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം അതേ ലെവലിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പൊ ഇത്തരത്തിൽ ഡിഫിക്കൽട്ടി ലെവലിലുള്ള കൂടിയ ക്വസ്റ്റ്യൻസിനെല്ലാം വാല്യൂഷൻ ക്യാമ്പുകളിലെ ഇൻവിജിലേറ്റർമാർ, അതായത് ക്യാമ്പുകൾ തുടങ്ങിയതിനു ശേഷം കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകാൻ തന്നെയാണ് സാധ്യത. കാരണം വിദ്യാർത്ഥി സമൂഹത്തിന് ഒന്നാകെ അത് പാടാകുമ്പോൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ ടഫ് ആകുമ്പോൾ അതിനനുസരിച്ചൊരു കൺസിഡറേഷൻ, ഞാൻ പറയുന്നത് മോഡറേഷനോ വലിയൊരു ലിബറൽ വാല്യൂഷനോ ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതിയാൽ, അതായത് നിങ്ങളുടെ മാർക്കുകൾ വലിയ രീതിയിൽ കുറവുകൾ സംഭവിക്കാതെയുള്ള ഒരു വാല്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പറയുന്നത് ഇനി വരാൻ പോകുന്ന കീം ഉൾപ്പെടെയുള്ള എക്സാമിന് 5, അതായത് 5:3:2 ആണ് റേഷ്യോ. അപ്പോൾ ഏകദേശം മാത്സിന്റെ മാർക്കാണ് അവരുടെ റാങ്ക് തന്നെ നിർണ്ണയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഒരുപാട് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ പണി തരുന്ന രീതിയിലേക്ക് വാല്യൂഷൻ കടത്തി വിടില്ല, അങ്ങനെ ഉണ്ടാകില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പരീക്ഷ ഇത്തരത്തിൽ ടഫ് ആകുമ്പോൾ പാസ് മാർക്ക് നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലും പക്ഷെ A+ ലെവലിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ സാധാരണ കാണുന്നത്. കാരണം ചില ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് മോഡറേറ്റ് ലെവലിൽ ലിബറലാക്കുമ്പോൾ പാസ് മാർക്ക് പല വിദ്യാർത്ഥികൾക്കും എക്സ്പെക്ട് ചെയ്യാതെ തന്നെ കിട്ടുകയും, പക്ഷെ A+ പ്രതീക്ഷിച്ചിരിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ഫൈനലി അത് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയും ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ കെമിസ്ട്രിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.